AbhiTecന്റെ മറ്റൊരു വീഡിയോ എത്തിയിരിക്കുകയാണ്. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് വേക്കൻസീസ് വിളിച്ചിരിക്കുകയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിലേക്ക്. അപ്പോൾ കേരളത്തിൽ തന്നെ നമുക്ക് പെർമനൻറ്റ് ജോലി കിട്ടാൻ പറ്റുന്ന അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. SLCക്കാർക്കും അതുപോലെ തന്നെ +2 കഴിഞ്ഞവർക്ക്, ഡിഗ്രി കഴിഞ്ഞവർക്ക്, PG കഴിഞ്ഞവർക്ക്, ഇനി ടെക്നിക്കലായിട്ടുള്ള കോഴ്സ് കഴിഞ്ഞവർക്ക് വരെ, ലൈക്ക് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഹാർഡ്വെയർ മെയിൻ്റനൻസ് ഇങ്ങനത്തെ ആൾക്കാരും, ലാബ് ടെക്നീഷ്യൻ, അതുപോലെ തന്നെ ഒരുപാട് വേക്കൻസി, ലൈബ്രറിയൻ, ഇങ്ങനെയുള്ള കുറേ വേക്കൻസികളിലേക്ക് പെർമനൻ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡെപ്യൂട്ടേഷനിലും ഷോർട്ട് ടൈം ആയിട്ടുള്ളതും കോൺട്രാക്റ്റ് ബേസ്ഡുള്ള ഒരുപാട് വേക്കൻസികളിലേക്കാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ്, അതായത് കേരളത്തിന് തന്നെ ഉള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അതിലേക്ക് ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് ഈ ഒരു ചാനലിൻ്റെ വിജയം. വീഡിയോ ആദ്യം മുതൽ അവസാനം, എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടിപ്പായി ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. കാരണം ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതുവഴി നിങ്ങൾക്കൊരു ജോലിയോ ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നമ്മൾ വീഡിയോയ്ക്ക് എടുക്കുകയാണ്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഫോർ നോൺ ടീച്ചിങ് പോസ്റ്റിലേക്ക്, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഥവാ NIT കാലിക്കറ്റിലേക്ക് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ വരുന്ന കാലിക്കറ്റ് ക്യാമ്പസിലേക്ക്, NITC ക്യാമ്പസിലേക്കാണ് നിലവിൽ ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. നോൺ ടീച്ചിങ് ആണ്. ലൈബ്രറിയൻ, അസിസ്റ്റൻറ്റ്, അത് രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ, ഇങ്ങനെ ഒരുപാട് വേക്കൻസിയിലേക്ക്, ലാബ് അസിസ്റ്റൻറ്റ്, ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് വേക്കൻസിയിലേക്കാണ് നിലവിൽ വിളിച്ചിരിക്കുന്നത്. ഏകദേശം ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറഞ്ഞാൽ 150 വേക്കൻസീസാണ്. ഡിപ്പെൻഡ് ചെയ്യും അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ച് ചിലപ്പോൾ മാറാം. അപ്പോൾ അതിനനുസരിച്ച് മാറുന്നതനുസരിച്ച് തീർച്ചയായിട്ടും ഈ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഒരിക്കലും ഒരു ആപ്ലിക്കേഷൻ ഫോം നേരിട്ട് എത്തിക്കേണ്ട. ആപ്ലിക്കേഷൻ ഓൺലൈനായി ചെയ്ത ഫോമുകൾ മാത്രമാണ് എത്തിക്കേണ്ടത്. അപ്പോൾ നേരിട്ട് ഫോം അവിടെ എഴുതി കൊടുത്ത് അവിടെ സ്വീകരിക്കുന്നുണ്ടാവില്ല. ഡേറ്റും കാര്യങ്ങളും ഏതൊക്കെയാണോ ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ നോൺ ഫാക്കൽറ്റി റിക്രൂട്ട്മെൻ്റ് ആണ്. നിങ്ങൾക്ക് സൈറ്റിൽ കയറി അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഞാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഈ സൈറ്റും കാര്യങ്ങളൊക്കെ. ഡെപ്യൂട്ടി രജിസ്ട്രാർ വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 10/9/22 ആണ്. അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ, ദെൻ ഡെപ്യൂട്ടി ലൈബ്രറിയൻ, മെഡിക്കൽ ഓഫീസർ, സൂപ്രിൻറ്റൻഡൻറ്റ് എഞ്ചിനീയർ ആൻഡ് സീനിയർ സയൻറ്റിഫിക് ഓഫീസർ, ടെക്നിക്കൽ ഓഫീസർ, ജൂനിയർ എഞ്ചിനീയറിംഗ് ഒക്കെ പല സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, നെറ്റ്വർക്കിംഗ്, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഇതുള്ളവർക്ക് തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ജൂനിയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. നല്ല പാക്കേജ് ഉള്ളൊരു പോസ്റ്റാണ്. അതുപോലെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ ഫാർമസിസ്റ്റ്, സീനിയർ അസിസ്റ്റ്, ജൂനിയർ അസിസ്റ്റ്, സീനിയർ ടെക്നീഷ്യൻ, ദെൻ ടെക്നീഷ്യൻ, ഓഫീസ് അറ്റൻഡൻറ്റ്, ലാബ് അറ്റൻഡൻറ്റ്. അപ്പോൾ ലാബ് അറ്റൻഡൻറ്റും അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡൻറ്റൊക്കെ എന്ന് പറഞ്ഞാൽ +2 അല്ലെങ്കിൽ 10 ചെയ്തിട്ട് വിളിച്ചിരിക്കുന്ന ആപ്ലിക്കേഷനുകളാണ്. അപ്പോൾ മറ്റൊരു കാര്യം നോക്കുക, ഇതിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ കാൻഡിഡേറ്റ് മസ്റ്റ് ബി സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ ജനിച്ചിരിക്കുന്ന ഒരാളായിരിക്കണം തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ് ഓൺലൈനായിട്ട് മാത്രമാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഓൺലൈനായിട്ടുള്ള ലിങ്കും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഇത് ഓൺലൈനായി ചെയ്യുന്നതെന്നുള്ള വീഡിയോ ചെയ്യുന്നുണ്ടാവും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷൻ ഒരു പോസ്റ്റിലേക്ക് കൊടുക്കാൻ പറ്റില്ല. ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാം. ഇതിൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ August 1 തന്നെ ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, നിങ്ങൾ അവരുടെ പ്രോസ്പെക്റ്റിൽ പറയുന്നതിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ കഴിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ കറണ്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എലിജിബിലിറ്റിയും ഉള്ള പോസ്റ്റുകളിലേക്ക് മാത്രം കൊടുക്കാൻ നോക്കുക. പിന്നെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ടാണ് ഫീ അടയ്ക്കേണ്ടത്. ഇനി ആപ്ലിക്കേഷൻ ഫീ നോക്കുകയാണെങ്കിൽ ഇത് കുറേ ഗ്രൂപ്പുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് ലെവൽ ജോബ്, അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ജോബ്, ഏറ്റവും ലോ ലെവൽ ജോബ്, അങ്ങനെയാണ് അതിൻ്റെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള സാലറി വേരിയേഷൻ അതിൻ്റെ അടുത്തുണ്ടാവും. അപ്പോൾ എ ഗ്രൂപ്പിലാണ് കൊടുക്കുന്നതെങ്കിൽ SC/ST വുമൻ ആണെങ്കിൽ 400 റുപ്പീസും, ജനറൽ കാറ്റഗറി OBC ഇതാണെങ്കിൽ 800 റുപ്പീസുമാണ് വരുന്നത്. B കാറ്റഗറി ആണെങ്കിൽ 250 റുപ്പീസ് SC/ST ആൻഡ് വുമനും, 500 റുപ്പീസ് അതർ കാറ്റഗറിക്കും. C ആണെങ്കിൽ 100 റുപ്പീസ് ഫോർ SC/ST വുമനും, അതുപോലെ തന്നെ അതറിനാണെങ്കിൽ 200 വേക്കൻസിയാണ് ഇതിൻ്റെ അകത്ത്
വരുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് ഓൺലൈനായിട്ട് SBTൻ്റെ കളക്ഷൻ വഴിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അതായത് ഓൺലൈൻ പേയ്മെൻറ്റാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ലിങ്കും കാര്യങ്ങളും ഞാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് തരാം, എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കറക്റ്റ് ഇമെയിൽ അഡ്രസ്സും കറക്റ്റ് ഫോൺ നമ്പറും തന്നെ കൊടുക്കുക, നിങ്ങളുടെ തന്നെ കൊടുക്കുക. അതായത് ചിലപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾ വേറെ ഷോപ്പുകളിൽ പോയിട്ടോ CSC പോലുള്ള സെൻറ്ററുകളിൽ പോയിട്ടായിരിക്കും കൂടുതലായും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർ നല്ല രീതിയിൽ ആപ്ലിക്കേഷൻ ചെയ്തു തരുന്നുണ്ട്, പക്ഷേ അവരുടെ ഫോൺ നമ്പർ കൊടുക്കാണ്ട് നിങ്ങളുടെ ഫോൺ നമ്പർ തന്നെ കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. കാരണം ഇമെയിൽ ID നിങ്ങളുടെ തന്നെ കൊടുക്കുക. അതിൻ്റെ അകത്തേക്കായിരിക്കും ബാക്കി വരുന്ന അപ്ഡേഷൻ മൊത്തം വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, എക്സ്പീരിയൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ വേണം, നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഇതിനെ പറ്റിയൊരു ധാരണ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, എക്സ്പീരിയൻസ്, സർട്ടിഫിക്കറ്റ് ഉണ്ടോ, ഈ കാര്യങ്ങളെല്ലാം വേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡിഗ്രീൻ്റെ മാർക്ക്, CGPA, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസുകളെല്ലാം ഓരോ യൂണിവേഴ്സിറ്റിക്കും ഡിഫറെൻ്റ് ആണ് പെർസെൻറ്റേജൊക്കെ കാണുന്നത്. ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. എന്തായാലും നമ്മൾ പറയുന്നുണ്ടാവും, അതിനെപ്പറ്റി റിപ്ലൈ തരുന്നുണ്ടാവും. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഫോം കിട്ടും. ഒരു PDF ഫോമായിരിക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. ആ ഫോം പ്രിൻ്റ് എടുത്ത് വെക്കണം. അത് നിങ്ങളുടെ ഫോണുകളിലൊന്നും യൂസ് ചെയ്താൽ പോരാ. ഇത് ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുത്തതിന് ശേഷം നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കേണ്ട സ്ഥലമുണ്ട്, അപ്രോപ്രിയേറ്റ് ഏരിയയിൽ അത് ഒട്ടിക്കുക. അതുപോലെ തന്നെ സിഗ്നേച്ചറും പ്ലേസും ഡേറ്റും ഇട്ടതിന് ശേഷം നിങ്ങൾ ഒരു എൻവലപ്പിലാക്കിയിട്ട് അതിൻ്റെ മേലെ തന്നെ, അതായത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ്, ഇപ്പം ഞാൻ കൊടുക്കുന്നത് ലാബ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ ആപ്ലിക്കൻ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് ലാബ് അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ബ്രാക്കറ്റിൽ നോൺ ഫാക്കൽറ്റി റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തതിന് ശേഷം നിങ്ങൾ അയക്കും കൂടി ചെയ്യണം. അതായത് രജിസ്ട്രാർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ്, NIT ക്യാമ്പസ്, PO കോഴിക്കോട്, ദെൻ കേരള. ഈ ഒരു പോസ്റ്റിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആപ്ലിക്കേഷൻ എടുത്ത ഈ സാധനങ്ങളെല്ലാം തന്നെ അയക്കണം. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ പറയുന്ന ഡേറ്റിന് ശേഷം കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷൻ ഒരിക്കലും സ്വീകരിക്കുന്നതല്ല. ഇനി ക്വാളിഫിക്കേഷനിൽ എന്തെങ്കിലും വേരിയേഷൻസ്, നിങ്ങൾ ഉള്ള ക്വാളിഫിക്കേഷൻ കൊടുക്കുക. അതായത് കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ടുള്ള ഇവർ വാല്യൂ ചെയ്യുന്ന കുറച്ച് ക്വാളിഫിക്കേഷൻസ്, ആ ക്വാളിഫിക്കേഷൻ തന്നെ കൊടുക്കുക. അത് കൂടുതലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കൊടുത്താൽ റിജക്റ്റ് ചെയ്യുന്നുണ്ടാവും തീർച്ചയായിട്ടും. അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ എന്താണ്, ഇതൊക്കെ അടങ്ങുന്നൊരു ബുക്ക്ലെറ്റ് ഉണ്ട്, ഇത് തീർച്ചയായിട്ടും അയച്ചു തരുന്നുണ്ടാവും. മറ്റൊരു കാര്യം, കൂടുതൽ ആപ്ലിക്കൻ്റ് വരികയാണെങ്കിൽ തീർച്ചയായും എക്സാം ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ എന്തായാലും കൊടുക്കുക. എക്സാം എങ്ങനെയാണോ വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക, ജോലി കിട്ടാവുന്ന രീതിയിൽ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുക. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പോസ്റ്റുകളാണ്, എത്ര വേക്കൻസിയാണ് ഉള്ളത് നമുക്ക് നോക്കുകയാണെങ്കിൽ വേരിയസ് പോസ്റ്റാണ്. ഏകദേശം നമുക്ക് പറയുകയാണെങ്കിൽ ഈ 20 പോസ്റ്റുകളാണ് നിലവിൽ വിളിച്ചിരിക്കുന്നത്. ഇതിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ, അതിൽ ടോട്ടൽ വേക്കൻസി എന്ന് പറഞ്ഞാൽ 2 വേക്കൻസിയാണ്. അതിൻ്റെ ഒരു ഇയർ എന്ന് പറഞ്ഞാൽ 15 ഇയറാണ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ദെൻ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ 35 ഏജാണ്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ 3 വേക്കൻസിയാണ് വരുന്നത്. ദെൻ ഡെപ്യൂട്ടി ലൈബ്രറിയൻ, അസിസ്റ്റൻറ്റ് ലൈബ്രറിയൻ, മെഡിക്കൽ ഓഫീസർ, ഇതിനെല്ലാം ഓരോ പോസ്റ്റുകളും. ദെൻ സയൻറ്റിഫിക് ഓഫീസർ ആൻഡ് ടെക്നിക്കൽ ഓഫീസർ 5 പോസ്റ്റ് ഉണ്ട്. ജൂനിയർ എഞ്ചിനീയറിന് 6 പോസ്റ്റ് ഉണ്ട്. ദെൻ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിന് നോക്കുക 20 പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും കൊടുക്കുക. എൻ്റെ ഏജും ലിമിറ്റ് നോക്കുക, 30 ഏജ് വരെ ഉള്ളവരാണ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആപ്ലിക്കേഷൻ ഉള്ളവർ തീർച്ചയായിട്ടും കൊടുക്കുക. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സീനിയർ അസിസ്റ്റൻറ്റ് 10 വേക്കൻസി ഉണ്ട്, ജൂനിയർ അസിസ്റ്റൻറ്റ് 10 വേക്കൻസീസ്, സീനിയർ ടെക്നീഷ്യൻ 15 വേക്കൻസീസ്, ദെൻ ടെക്നീഷ്യൻ 30 വേക്കൻസീസ്, ദെൻ ഓഫീസ് അറ്റൻഡൻറ്റ് 10 വേക്കൻസി, ദെൻ ലാബ് അസിസ്റ്റൻറ്റ് 10 വേക്കൻസി. ഇത്രയും വേക്കൻസികളാണ്. അതായത് 20 പോസ്റ്റിലുള്ള ഇത്രത്തോളം വേക്കൻസി, അങ്ങനെ ഒരു 150 അബോവ് വേക്കൻസിയാണ് കറൻ്റ്ലി വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് അറ്റൻഡൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡൻറ്റും അതുമല്ല ലാബ് അറ്റൻഡൻറ്റിൻ്റെ അതിൻ്റെ റൂളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് പോസ്റ്റ്, നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓഫീസ് അറ്റൻഡൻറ്റ് ഓർ ലാബ് അറ്റൻഡൻ്റ് ആണ്. C കാറ്റഗറിയാണ്. അവരുടെ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 5,200 to 20,000 ഗ്രേഡ് പേ ഓഫ് 180,800 rupees. അത്രയും നല്ലൊരു ബേസിക്കായി കയറുന്ന ഒരാൾക്ക് നല്ലൊരു പാക്കേജാണ്. മാത്രമല്ല ഇത് ഇപ്പോൾ ചില പോസ്റ്റുകൾ ഇതിൻ്റെ അകത്ത് പെർമനൻ്റ് ആവുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ അറ്റൻഡൻറ്റിൻ്റെ ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ വേക്കൻസീൻ്റെ അവരുടെ ക്വാളിഫിക്കേഷൻ നോക്കുക.
+2 ഫ്രം റെക്കഗ്നൈസ്ഡ് ബോർഡ്, +2 ഉള്ളവർക്ക് കൊടുക്കാം. ലാബ് അറ്റൻഡൻ്റ് ആണെങ്കിൽ നോക്കുക, സയൻസ് ഉള്ളവർക്കാണ് ലാബ് അറ്റൻഡൻറ്റ് കൊടുക്കാൻ പറ്റുക. ദെൻ ഇതിൻ്റെ അത് പറയുന്നുണ്ട് പ്രൊബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 1 year ഫോർ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് ആസ് ഫർ NIT സ്റ്റാറ്റ്യൂട്ട്. ദെൻ 100% ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ റിക്വയർമെൻറ്റ് പോസ്റ്റ് ഓഫ് അറ്റൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഏജ് എത്രയാണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണോ, ഡേറ്റ് എന്നാണ്, ലാസ്റ്റ് ഡേറ്റ് അവിടെ റെസിപ്റ്റും ഹാർഡ് കോപ്പിയും റിസീവ് ചെയ്യുന്ന ഡേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതായത് 26 ആണ് ലാസ്റ്റ് ഡേറ്റ്, August 26 ആണ് ലാസ്റ്റ് ഡേറ്റ്. September 9th ഈ ആപ്ലിക്കേഷൻ അവിടെ എത്തിയിരിക്കണം. അപ്പം അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കുക. മറ്റു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ പോസ്റ്റ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ലിങ്കാണ് ഈ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ dss.nitc.ac, ഞാൻ ഈ ലിങ്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണോ കൊടുക്കുന്നത്, നോട്ടിഫിക്കേഷൻ, ഹൗ ടു അപ്ലൈ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിനൊപ്പം ലോഗിനും അതുപോലെ തന്നെ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള 2 ബട്ടൺ ഉണ്ടാവും. അപ്പോൾ രജിസ്റ്ററിൽ നിങ്ങളുടെ കൺഫർമേഷൻ ഇമെയിൽ, പാസ്വേഡ്, ദെൻ കൺഫേംഡ് പാസ്വേഡ്, മൊബൈൽ നമ്പർ, കൺഫേംഡ് മൊബൈൽ നമ്പർ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ID ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. ആ ID വെച്ച് ബാക്കി കാര്യങ്ങൾ, ആ ID വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. പാസ്വേഡും കിട്ടിയിട്ടുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ എസെൻഷ്യൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, അതായത് എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷനും കാര്യങ്ങളും നിങ്ങൾ ആഡ് ചെയ്ത് ആപ്ലിക്കേഷൻ കഴിഞ്ഞ ശേഷം പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുത്തതിന് ശേഷം പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലേക്ക് ഷെയർ ചെയ്യുക. അതായത് നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫീ അടച്ചതിൻ്റെ റെസിപ്റ്റ്, കാര്യങ്ങളെല്ലാം എൻവലപ്പിൻ്റെ മേലെ നമ്മൾ ടൈപ്പ് ചെയ്യുക. എന്താണോ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ കൊടുക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി കൊടുത്തതിന് ശേഷം NIT കാലിക്കറ്റിലേക്ക് അയച്ചു കൊടുക്കുക. ആപ്ലിക്കേഷൻ കാൻഡിഡേറ്റ് വന്നാൽ തീർച്ചയായിട്ടും ചിലപ്പോൾ എക്സാം ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും. പറഞ്ഞിരിക്കുന്ന നല്ല പോസ്റ്റുകളും പെർമനൻ്റ് ആവാനുള്ള ചാൻസ് ഉള്ള പോസ്റ്റുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ കൊടുക്കുക. അടുത്തൊരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും എത്തുന്നുണ്ടാവും. അടുത്തൊരു ഇൻഫോർമാറ്റീവ് വീഡിയോ ആയി എത്തുന്നവരേക്കും ഇറ്റ്സ് മീ അബി. താങ്ക് യു ഫോർ വാച്ചിങ്.